ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് ഞാൻ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ തലേസത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് ഭയങ്കര തിരക്കുടിച്ചൊരു ദിവസമാണ്. ഈ തിരക്കുണ്ടാക്കി വെച്ച് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. കാരണം എത്ര ദിവസം ലീവ് ഉണ്ട് പറഞ്ഞാലും പോകുന്നതിൻ്റെ തലേസം മാത്രം ഞാൻ എല്ലാത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറില്ലു. മെയിനായിട്ട് എനിക്ക് പോകേണ്ടത് പല്ലിൻ്റെ ഡോക്ടറെത്തും അതേപോലെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇല്ല. അത് പിന്നെ ഡേ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് വാം വാട്ടറും അതിൻ്റെ കൂടെ തന്നെ 4 ആൽമണ്ട്സും 2 വാൾനട്ട്സും കഴിക്കും. ഇത് സോക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ, ഞാൻ സോക്ക് ചെയ്യാൻ വിട്ടുപോയി. അതിനുശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോയി റെഡിയായതിനു ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. മൂന്നാമതായിരുന്നു എൻ്റെ ടോക്കൺ. 3 മണിക്കൂർ ഞാൻ അവിടെ കാത്തുനിന്നു. കാരണം എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. കാരണം ഒരു വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞ് ഡോക്ടർ വരാൻ പറഞ്ഞിട്ട് ഒരു കൊല്ലം ഞാൻ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കിയിട്ടാണ്. അതിന് ശേഷം ബാംഗ്ലൂർ കൊണ്ടുപോയാലും കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ കാണുന്നൊരു കാഴ്ചയാണ് ഗൈസ് ഇത്. എൻ്റെ അനിയത്തി അടിച്ചു വരുന്നത്. ഇത് വെറും അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അതിന് ശേഷം അമ്മ ഇളനീര് ജ്യൂസ് ഉണ്ടാക്കി, അതൊരു ഗ്ലാസ് കുടിച്ചു. ഉച്ചക്കത്തെ ലഞ്ച് ലാവിഷായിട്ട് കഴിച്ചതിന് ശേഷം ഇന്നലെ ചക്ക ബാക്കിയുണ്ടായിരുന്നു. ചക്കയും കഴിച്ചതിന് ശേഷം അടുത്ത് വീണ്ടും ഞാനും അമ്മയും അനിയത്തിയും കാസർഗോഡേക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾക്കും മെയിനായിട്ട് എനക്കായിരുന്നു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായത്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ട. അവിടെ എത്തിയതിനു ശേഷം ഫീമെയിൽ കണ്ടിട്ടാകുമ്പോൾ അനിയത്തി പറഞ്ഞു ഓക്ക് ഡ്രസ്സ് വേണമെന്ന്. നേരെ കയറി ഓക്കും അമ്മക്കൊരു ഡ്രസ്സ് എടുത്തു. കാരണം ഇവർക്ക് രണ്ടാം ഡ്രസ്സ് ഒരു വീക്ക്നെസ് ആണ്. അതും എടുത്ത് വീട്ടിലെത്തിയതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ പാപ്പൻ്റെ പിള്ളേർ വന്നു. അവർ 4 ഇവിടെ വന്ന് ഫോൺ കുത്തൽ തന്നെ. വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ചു നേരം സംസാരിക്കും. പിന്നെ ഇവളീ നോട്ടം നോക്കുന്നത് എൻ്റെ ചീത്ത കിട്ടിയിട്ടാണ് വിളിക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ് ഈ TV ഓൺ ആക്കിയിട്ട് ഫോൺ നോക്കുന്നത്. അതിൻ്റെ ചീത്ത കിട്ടിയതാണ്. പിന്നെ രാത്രിയത്തെ ഡിന്നർ പുറത്തുനിന്നായിരുന്നു, അതും കഴിച്ചു. ശുഭദിനം, ഗുഡ് നൈറ്റ്, ബൈ.